അതിൻ്റെ ഒന്നുകൊടുന്ന വാക്യങ്ങൾ. ഞാൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം പിതാവ് എത്ര സ്നേഹം നൽകിയിരിക്കുന്നു, നമ്മൾ അങ്ങനെ തന്നെയാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. നമ്മെ ലോകം അറിയില്ല കേട്ടോ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഇത് ശ്രദ്ധിക്കണേ എല്ലാവരും. വാക്യം അതിനടുത്ത് ശ്രദ്ധിച്ച് വായിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടൊക്കെയോ പോകും. അതായത് നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുക, തന്നെത്താൻ നിർമ്മലീകരിക്കും. ഏത് പ്രത്യാശയുള്ളവനാ? കർത്താവ് വരുമ്പോൾ നാമും അവനെ പോലെ ആകും എന്ന് പ്രത്യാശയുള്ളവർ താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം, സത്യമായിരിക്കുന്ന വചനം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. അത് അവിടെ എഴുതിയിരിക്കുന്നത് 16-ാം വാക്യം തീർന്നിട്ട് 6-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം 16-ാം വാക്യം. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്കും പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയി. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചതുപോലെ നമ്മളതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ആ വാക്യം കൂടെ വായിച്ചാലേ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. 1 കൊരിന്ത്യർ 6-ാം അധ്യായം, അതായത് യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് തെളിഞ്ഞ ആ പ്രകാശം, അതായത് ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പ്രകാശനം 2 കൊരിന്ത്യർ 4-ൽ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം, സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിൽ കൊണ്ടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിങ്ങളുടെ ദാസന്മാരെന്നും ആണ് ഞങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് ദൈവം വെളിച്ചത്തെ ഇരുട്ടിനെ വേർതിരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും വേർതിരിക്കപ്പെട്ട ഒരു ജീവിതത്തിലാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മളത് അങ്ങനെ വചനത്തിലുള്ളതുകൊണ്ട് എനിക്കത് കിട്ടും എന്നുള്ള ഒരു മിഥ്യയിൽ പോകരുത്. ഇവിടെ 6-ാം അധ്യായത്തിൻ്റെ നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 14 തുടങ്ങിയുള്ള വാക്യങ്ങളിലും എന്താ കാണുന്നത്? നിങ്ങൾ, അതായത് അവിടെ ഒരു വ്യക്തമായ ഒരു വേർപാടിനെ കുറിച്ചാണ് വായിക്കുന്നത്. ദൈവമക്കളുടെ ഒരു വേർപാടിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? നിങ്ങൾ അവിശ്വാസികളോട് ഇണയെല്ലാം കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ? ദുഷ്ടനും ബലിയാനും തമ്മിൽ എന്ത് പൊരുത്തം? വിശ്വാസിക്കും അവിശ്വാസിക്കും എന്താണ് പൊതുവായിട്ടുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു ബന്ധം? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അവർ എനിക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുകയും എന്ന് ഇപ്പോൾ അരുളി ചെയ്യുന്നു. അശുദ്ധമായ ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവർ, 7-ാം വാക്യം എന്നുള്ളത് മനുഷ്യർ ഗ്രഹിച്ചത് അധ്യായമൊക്കെ. തുടർന്നുള്ള വാക്യമാണ് 7-ന്റെ 1.
പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഇപ്പം നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നും ആമേനെന്നുമാണ്. ഇവിടെ പറയുകയാണ്, പ്രിയമുള്ളവരെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷം അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ നിർമ്മലരാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്യാൻ നന്നായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആരാൽ സഹായിക്കും? ആരാൽ ഇത് നടത്തപ്പെടും? പരിശുദ്ധാത്മാവിനാണ് നമ്മൾ നടത്തപ്പെടേണ്ടത്, അല്ലേ? ദൈവാത്മാവിനാൽ നടത്തുന്നവരെ വരും ദൈവത്തിൻ്റെ മക്കൾ. അത് സങ്കല്പമല്ല, എന്നെ ദൈവം നടത്തിക്കൊള്ളും, അങ്ങനെയല്ല. അത് സങ്കല്പമാകാൻ പാടില്ല, അതൊരു യാഥാർത്ഥ്യമായിട്ട് നടക്കണം. യാഥാർത്ഥ്യത്തെ നമ്മൾ എല്ലാ ദിവസവും അഭിമുഖീകരിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവനെ സമർപ്പിക്കുകയും പിതാവിന് ഇഷ്ടം ചെയ്യുകയും ചെയ്യുമ്പോൾ നാം ഈ ലോകത്തിൻ്റെ ആത്മാവിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വ്യഭിചാരിണികളായുള്ളവരെ എന്നാണ് ലോകത്തെ സ്നേഹിക്കുന്നവരെ വിളിച്ചിരിക്കുന്നത്. ഭയങ്കര വിളിയാണ്. യാക്കോബ് വിളിച്ചിരിക്കുക, വ്യഭിചാരിണികളായുള്ളവരെ. ലോകത്തിൻ്റെ സ്നേഹം ദൈവത്തോട് ശത്രുത്വം. ദൈവത്തോട് ശത്രുത്വമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിത്യജീവൻ കിട്ടുമെന്നുള്ള സങ്കല്പത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ വഞ്ചിക്കപ്പെടുകയല്ലേ? തീർച്ചയായിട്ടും ഞാൻ വഞ്ചിക്കപ്പെടുകയാണ്. അങ്ങനെ വഞ്ചിക്കപ്പെടുവാനിടയാകരുത്. വ്യഭിചാരം, ലോകമോഹം. നിങ്ങൾക്ക് ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറയും. ആരാ രണ്ട് യജമാനന്മാർ? ഒന്ന് മാമോൻ, പണം, മറ്റൊന്ന് ദൈവം. ഈ രണ്ടിനെ സേവിക്കുവാൻ ഒരു സമയത്ത് കഴിയുന്നില്ല, ഒരേ സമയത്ത് കഴിയില്ല. ഒരാളെ പകച്ച് മറ്റൊരാളെ സ്നേഹിക്കും, ഒരാളെ പകച്ച് മറ്റൊരാളെ സ്നേഹിക്കും. രണ്ടും കൂടെ ഒന്നിച്ചു പോകുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. സത്യത്തിൽ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? പത്രോസിനോട്, അതായത് ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹൗവയെയും ചതിച്ച അല്ലെങ്കിൽ വഞ്ചിച്ച അതേ പിശാച്, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ പത്രോസിനോട് പറഞ്ഞ പോലെ, ഗോതമ്പ് പോലെ പാറ്റിയതുപോലെ പത്രോസിനെ കർത്താവ് പറയുകയാണ്, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. അനുവാദം കൊടുത്തോ ഇല്ലയോ? കൊടുത്തു എന്ന കർത്താവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തുവാ പ്രാർത്ഥിച്ചത്? അവൻ്റെ വിശ്വാസം പോകരുത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസം പോകുമ്പോഴാണ് നമ്മളെ പോക്ക്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കുറഞ്ഞാൽ നമുക്ക് ഭയങ്കര പരിഭവവും ഭയങ്കര ആകുലചിന്തയും അസ്വസ്ഥതയും എല്ലാമാണ്. എന്നാൽ ഗോതമ്പ് പോലെ പാറ്റിയാലും അവൻ മടങ്ങി വരുമെന്ന് അറിയാം. എങ്ങനെയാണ് മടങ്ങി വരാൻ പറ്റുന്നത്? നമ്മൾ ഈ ധൂർത്തപുത്രനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. അവന് തൻ്റെ സമ്പത്ത് മുഴുവൻ മേടിച്ചുകൊണ്ട് പോയി ധൂർത്തടിച്ച് അത് മുഴുവൻ നശിപ്പിച്ചു. അപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ എന്താ ചെയ്തത്? അതെങ്ങനെയാണ് മടങ്ങിപ്പോയത്? അവിടെ വെച്ച് തന്നെ അവൻ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ മടങ്ങി ചെല്ലും. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ച് എന്നെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവിടെ ചെല്ലും. പിതാവ് സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കി. ഇതുപോലെ നാമെ പാറ്റേണ്ടതിന് ദൈവം ചിലപ്പോൾ അനുവാദം കൊടുത്താൽ നമ്മളെ പാറ്റിൽ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുള്ള കാര്യം ഓർത്തോണം. കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ട്, അല്ലേ? ഇന്നും ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നതുകൊണ്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? 7-ാം അധ്യായത്തിലാണ് ഇന്നും മധ്യസ്ഥ ചെയ്യുന്നത്. ഇന്നും മധ്യസ്ഥ ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം എന്നത്
ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞ് അതിനാൽ ഹൃദയം ഉറപ്പിക്കുമ്പോഴാണ് വിശ്വാസത്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 1-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നത് 27-ാം വാക്യത്തിൽ വായിക്കുന്നു, അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി. പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം ആദവനോടും ഹവ്വയോടും പറഞ്ഞ അനുഗ്രഹ വചനമാണിത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അവിടെ ഉള്ള സകലത്തെയും അടക്കി വാഴുവീൻ എന്നാണ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ആണെന്ന് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് വായിക്കാവൂ. 28. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജല ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം ആദവനോടും ഹവ്വയോടും പറഞ്ഞ അനുഗ്രഹ വചനമാണിത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അവിടെ ഉള്ള സകലത്തെയും അടക്കി വാഴുവീൻ എന്നാണ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ആണെന്ന് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടും. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. അവിടെ വാഴുവാൻ വേണ്ടിയുള്ള ഒരു വിളി കേട്ടവരാണ് നാം. ഇപ്പം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തം കൊടുത്തു. പക്ഷെ ആ വാഗ്ദത്തം അവർ തെറ്റിച്ചു. എങ്ങനെയാണ് തെറ്റിച്ചത്? കൗശലമായിരിക്കുന്ന സാത്താൻ്റെ വാക്കുകൾ കേട്ടിട്ട്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത് പോലെ, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 11 വായിക്കും. മനസ്സിനെ സ്വാധീനിക്കുക, നമ്മുടെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കുക. കർത്താവിനടുക്ക് വന്നേച്ച് പിശാചിനാ പറഞ്ഞത്, നീ 40 ദിവസമായിട്ട് ഒന്നും കഴിക്കാതെ വിശന്നിരിക്കുകയല്ലേ, ഈ കല്ലപ്പമാക്കി തിരുവാൻ പറ, നീ വിശന്നിരിക്കുകയല്ലേ, ന്യായമായൊരു കാര്യമല്ലേ. എന്താണ് യേശു പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഇതൊന്ന് കല്ലപ്പമായി കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷിക്കാം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തോടുള്ള തൻ്റെ അനുസരണം മാറിപ്പോവുകയാണ്. അവിടെ ദൈവത്തോടുള്ള വിധേയത്വം മാറിപ്പോവുകയാണ്. അതുകൊണ്ട് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞു. പറഞ്ഞു കർത്താവ് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ആത്മശക്തിയോടാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഈ പരീക്ഷയെല്ലാം തികച്ച ശേഷം ആത്മാവിൻ്റെ ശക്തിയോടെ അവിടെ നിന്ന് മടങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ പരീക്ഷയിൽ നാം ജയിച്ചു കഴിഞ്ഞാൽ ജയാളികളായിട്ട് കർത്താവിൻ്റെ കൃപയാൽ നാം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള ഒരു ശക്തി, എനർജി നമ്മുടെ ഹൃദയങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അത് നാം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ തന്നെ വിനയപ്പെടുത്തുമ്പോഴാണ്. ആദാം അത് നഷ്ടപ്പെടുത്തി, യേശു അവിടെ ജയിച്ചു. യേശുവിനെ നോക്കി നമുക്കും ജീവിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലുള്ളത് സത്യം ഏതാണ്?
സത്യം എവിടെയാണ് നിൽക്കുന്നത് എന്ന് ദൈവവചനത്തിൽ ഞാൻ വായിച്ച വാക്യങ്ങൾ മാത്രമല്ല, അനേക വാക്യങ്ങൾ നമ്മളത് ആ ഒരു ദർശനത്തോടെ വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഒത്തിരി വാക്യങ്ങൾ അങ്ങനെ ചേർന്ന് വരുന്നത് കാണാം. നമ്മൾ ദാനിയേലിന് പഴയ നിയമത്തിലൊരു ഭക്തനായി ജീവിച്ചൊരു മനുഷ്യനാണ്. ദാനിയേലിന് ഒരു ജോലി കിട്ടി, രാജകൊട്ടാരത്തിലെ ജോലി. അത് സാധാരണ ജോലിയൊന്നും അല്ല, ഒന്നരം ജോലി. അവിടെ ഒരു കുറേ ട്രെയിനിങ് സമയത്ത് അവനെ ആക്കപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ രാജാവിൻ്റെ ഭക്ഷണം കഴിക്കണം, രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കുടിക്കണം. ഇതൊക്കെയാണ് അവിടുത്തെ നിബന്ധന. അത് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളാണ് എന്നാ പറയും, അതൊന്നും പാലിക്കാൻ ദൈവവചനം തന്നെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് കീഴടങ്ങിയിരിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം അതൊന്നും ദൈവം കണക്കിടുകയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. ദാനിയേൽ താൻ തന്നെ തീരുമാനിച്ചു, ഇത് ഞാൻ കഴിക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം അത് പറയും. 9-ാം വാക്യം അല്ലേ? രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അപ്പം അവർ ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. എപ്പോഴാണ് കരുണയും സഹായവും ലഭിച്ചത്? താനൊരു തീരുമാനം എടുത്തപ്പോഴാണ്. ദൈവം അവനോട് കൂടി ഉണ്ടെന്നുള്ളത് നാം വിശ്വസിച്ചു, ദൈവം എന്നെ കൈവിടുകയെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ ഈ അശുദ്ധമായതിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് താൻ ഉള്ളത്തിൽ നിശ്ചയിച്ചപ്പോൾ അവിടുത്തെ ഇതിൻ്റെ അധികാരി ഷണ്ണാധിപനോട് പറഞ്ഞു, ദൈവം തന്നെ പറഞ്ഞു, ആ കാര്യത്തിൽ നീ അവനെ ശല്യപ്പെടുത്തണ്ട, നീ ആ കാര്യം അവൻ നോക്കിക്കോട്ടെ. എന്തൊരു സഹായമാണ് ദൈവം ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാത്തതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്, പലപ്പോഴും തോറ്റു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ നിൽക്കാം. നമ്മുടെ മൂക്കിലൂടിയ ജീവശ്വാസം, നമ്മുടെ ഉള്ളിൽ പകർന്ന പരിശുദ്ധാത്മ ശക്തി, ഇന്ന് ആവർത്തിച്ച് കേട്ടൊരു കാര്യമാണ്. പരിശുദ്ധാത്മ ശക്തി നമുക്ക് ആശ്രയിക്കാം. ആത്മശക്തിയാലാണ് നാം പോകേണ്ടത്. അതും ഒരു സങ്കല്പത്തിൽ ജീവിക്കാൻ പറ്റും. 2 വാക്ക് അന്യഭാഷ പറഞ്ഞാൽ ആത്മാഭിഷേകമാണെന്ന് ചിന്തിച്ചു പോകരുത്. അങ്ങനെ വഞ്ചിക്കപ്പെടരുത്. അഭിഷേകം പ്രാപിക്കുന്നവരെല്ലാം അന്യഭാഷ പറയണം നിർബന്ധമില്ല. ഞാൻ അതിനൊന്നും പ്രവചിക്കുന്നില്ല. ദൈവവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൂടി വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തെറ്റിപ്പഴിഞ്ഞാൽ അവിടെ എന്ത് കുഴപ്പമുണ്ടാകുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സാവകാശം പോലെ അതൊക്കെ സഹോദരന്മാർ ചിന്തയ്ക്കായിട്ട് തരും, നമുക്കത് ചിന്തിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലും നമുക്ക് സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒരു പാട്ട് മനസ്സിലുണ്ട്, അതിതാണ് 231-ാമത്തെ പാട്ട്. യേശുവിൻ തിരുപാദത്തിലിരുന്ന് അവൻ്റെ ശബ്ദം കേൾക്കുക.